നമ്മൾ ഈ കാണുന്നതൊരു ഹൈടെക് പോളി ഹൗസ് ആണ്. ഇതിൻ്റെ നമ്മൾ ടെക്നിക്കലായിട്ട് ഇതിനൊരു ഫാൻ ആൻഡ് പാഡ് വെന്റിലേറ്റർ പോളി ഹൗസ് എന്നാണ് പറയുന്നത്. ഇതൊരു ഇവാപ്പറേറ്റീവ് കൂളിംഗ് ടെക്നോളജി വഴിയായി വർക്ക് ചെയ്യണത്. ഇതിൻ്റെ ബേസിക്കായിട്ട് ഇതിനകത്തൊരു പാഡ് ഉണ്ടാവും. ഈ പാഡിനകത്തൂടെ നമ്മളൊരു വാട്ടർ എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഒരു എക്സോസ്റ്റ് ഫാൻ വഴി എയർ സക്ഷൻ നടക്കുമ്പോഴത്തേക്കിനും ഈ ഒരു പാഡ് വഴി എയർ കയറി ഇറങ്ങി എയർ കൂളായിട്ടാണ് ഇതിനകത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊരു ചൂട് കാലാവസ്ഥയിലും നമുക്കൊരു 26-27 ഡിഗ്രി സെൽഷ്യസിനകത്ത് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് നമുക്ക് പിന്നെയും കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെയ്ഡ് നെറ്റിന് പകരം ഇതിനകത്ത് അലുമിനിയം നെറ്റ് എന്ന് പറഞ്ഞിട്ട് അലൂമിനിയം ബേസ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡ് നെറ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കൂടുതൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളൊരു എയർ വെന്റിലേഷൻ ഫാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മളിതിനകത്ത് ചെടി വളർത്താനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോപോണിക്സ് എന്ന ടെക്നോളജിയാണ്. ഹൈഡ്രോപോണിക്സ് ബേസിക്കലി ഗ്രോയിങ് ഇൻ വാട്ടറാണ്. നമുക്കിതിനകത്ത് മണ്ണിൻ്റെ ഒട്ടും ആവശ്യം വരുന്നില്ല. സോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റം, നമ്മൾ ഈ കാണുന്ന സിസ്റ്റം ഒരു NFT സിസ്റ്റമാണ്. NFT സിസ്റ്റം മീൻസ് ന്യൂട്രിയൻ ഫിലിം ട്രാൻസ്ഫർ എന്ന സിസ്റ്റമാണ്. ഇതിനകത്ത് നമുക്കൊരു റിസർവോയർ ടാങ്ക് ഉണ്ടാവും. ഈ റിസർവോയർ ടാങ്കിനകത്താണ് നമുക്ക് ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും വെള്ളവും നമ്മൾ സ്റ്റോർ ചെയ്യണത്. ഇതിനകത്ത് ഒരു പമ്പ് ഉണ്ടാവും. ഈ പമ്പ് വാട്ടർ പമ്പ് ചെയ്ത് നമ്മൾ ഈ വാട്ടറിൻ്റെ ഇൻലെറ്റിലോട്ട് വരികയും ഈ ഇൻലെറ്റിനകത്തുനിന്ന് സർക്കുലേറ്റ് ചെയ്ത് തിരിച്ച് ആ ടാങ്കിലോട്ട് തന്നെ വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു NFT ചാനൽ വഴി വെള്ളം ഒഴുകുന്ന സമയത്ത് ചെടികൾ ആവശ്യമായ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു റിസർവോയർ ടാങ്കിലായിരിക്കും നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരുന്നത്.